ഇല്ല, സി നമ്മൾ അന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഇസ് ദേ പോയിന്റ്. നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക റിപ്ലൈ ആയിട്ടാണ് സുചിത്ര മോഹൻലാൽ സംസാരിച്ചത്. അതായത് നമ്മുടെ നാട്ടിൽ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സമരം നടക്കുകയും അതിനായിട്ട് ബന്ധപ്പെട്ട് വിസ്മയ ഒരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം അതായിട്ട് ബന്ധപ്പെട്ട് മേജർ രവി, എല്ലാ വള്ളിയും കയറി പിടിക്കുന്ന ആളാണ് മേജർ രവി. മേജർ രവി ഒരു അഭിപ്രായം പറയാം, അതായത് വിസ്മയക്ക് രാഷ്ട്രീയം അറിയില്ല, രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം നടന്നാലും ഉടനെ തന്നെ അതിനെ വക്കാലത്ത് പിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വരുന്ന പേരാണ് മേജർ രവി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. അത് ശരിയാണ്, അദ്ദേഹം ഒരു മേജറായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു എന്താ പറയുന്നത് ഒരു പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് വിശ്വസിക്കുന്നത് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു സിറ്റിസണിന് പറ്റിയൊരു പരിപാടിയല്ല. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഏകസ്വരതയല്ല, ബഹുസ്വരതയാണ് വേണ്ടത്. സുചിത്ര മോഹൻലാൽ പറഞ്ഞിരിക്കുന്നതാണ്ടോ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ ഒരു സ്ത്രീ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താണ് ഒരു കുട്ടികൾക്ക് ഒരു പാരന്റ് എന്ന നിലയിൽ എന്താണ് നൽകേണ്ടത്, അതല്ലേ നമ്മുടെ ആർട്ടിക്കിൾ 51A പറയുന്ന പോലെ തന്നെ അല്ലേ, അന്വേഷണത്വര അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ, മാനവികത, ഇതൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം, കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കണം. അതായത് ചിന്തിക്കാനുള്ള കഴിവാണ് കുട്ടികളിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ല രാഷ്ട്രീയം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മേജർ രവിയുടെ വീട്ടിലെ ആൾക്കാരെ മേജർ രവി വളർത്തുന്ന പോലെ മറ്റുള്ള കുടുംബത്തിൽ ആൾക്കാരെ വളർത്തണമെന്ന് പറയപ്പെടുന്നതിന് തെറ്റാണ്. മോഹൻലാലിൻ്റെ ഭാര്യയും മുന്നോട്ട് വയ്ക്കുന്ന ആശയം അവരെന്താണ് പറയേണ്ടത്, അതായത് തൻ്റെ തലയിൽ ഉദിച്ച ചിന്തകൾ പ്രകടിപ്പിക്കാൻ പറ്റണം. തെറ്റായാലും ശരിയായാലും സമൂഹത്തിലൂടെ അവർ തിരുത്തട്ടെ. അല്ലാതെ എന്താ പറയുക രാഷ്ട്രീയം അറിയാത്തതുകൊണ്ട് പറയാൻ പാടില്ല. ഇതിനു മുമ്പ് മറ്റേ എമ്പുരാൻ ഇറങ്ങിയപ്പോഴും ഇതേ ചിന്താഗതി കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങിയായിരുന്നു. രാജ്യത്തിനെതിരെ സംസാരിക്കുകയല്ല മിസ്റ്റർ ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരു ഭരണഘടനയ്ക്ക് അല്ല ഒരു ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നത് ഒരിക്കലും രാജ്യത്തിനെതിരല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, അതായത് എന്താ പറയുക റെയിൽവേ ഞങ്ങളുടെ അധികാര കീഴിലാണ്, സെൻട്രലിലെ അധികാരത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അധികാരം എന്ന് പറയുന്നത് ഒരു രാജകീയ വീടാണ്, പാർലമെന്ററി തെറ്റാണ്. നമ്മൾ ആരെ അധികാരം ഏൽപ്പിച്ചിട്ടില്ല. പൊതുജനം വോട്ട് ചെയ്ത് അധികാരത്തിലല്ല ഏൽപ്പിക്കുന്നത്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു ചുമതലയാണ്, സർവീസാണ്, അതായത് രാജ്യത്തെ നിർവഹിക്കാനുള്ള ചുമതലയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്.